ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ വിതുരനീതിയാണ് നമ്മൾ പഠിച്ചു വന്നത്. മഹാഭാരതത്തിലെ ഉദ്വേഗജനകമായ കഥകൾ കേൾക്കാൻ താല്പര്യപ്പെട്ട് ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് ചെറിയൊരു പ്രയാസമുണ്ടാകും എന്നെനിക്കറിയാം. എങ്കിലും മഹാഭാരത കഥ കൊണ്ട്, മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസ കാവ്യം കൊണ്ടും നമ്മൾ അറിയേണ്ടതായ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ് വിതുരനീതിയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിലായിട്ടും ഈ വീഡിയോയിലും വിതുരനീതിയെ സംബന്ധിച്ച് തന്നെ ഒരു പ്രഭാഷണം ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വിരസത തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. തുടർന്ന് ഉള്ള കഥകൾ വിസ്തരിച്ച് തന്നെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്. വിതുരർ പറയുകയാണ്, ധൃതരാഷ്ട്രരോട് പറയുകയാണ്, ഉപദേശമായിട്ട് പറയുകയാണ്, നൈനം ഛന്ദാംസി വൃജന താരയന്തി മായാവിനം മായയാ വർത്തമാനം നീടം ശകുന്ത ഇവ ജാതപക്ഷാഛന്ദാംസി ഏനം പ്രജഹത്യന്തകാലേ. ഛന്ദസ്സുകൾ, അതായത് വേദങ്ങൾ ആരെയും അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നില്ല. മായ, കള്ളത്തരം, കാപട്യം കാണിക്കുന്ന ആളിനെ ഒരിക്കലും വേദങ്ങളുടെ മന്ത്രം ചൊല്ലിയത് കൊണ്ടോ വൈദിക കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ അവനെ പാപങ്ങൾ വിട്ടുപോകുന്നില്ല. ഈ പാപങ്ങൾ നിരന്തരമായി ചെയ്യുന്നവർ എന്താണ് ഗതി? എന്നിട്ട് വേദം പഠിച്ചു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, എല്ലാം മനസ്സിലാക്കുകയും പാപകർമ്മങ്ങളും കാപട്യങ്ങളും അനുവർത്തിക്കുകയും ചെയ്യുന്ന ആളിന് മരണകാലത്ത് ഈ വേദശാസ്ത്രങ്ങൾ അവനെ വിട്ടുപോകും. എങ്ങനെയെന്ന് വെച്ചാൽ, ചിറകുമുളച്ച പക്ഷിക്കുഞ്ഞുങ്ങൾ ഈ ഒരു മരത്തിൻ്റെ കൊമ്പിൽ കൂട്ടി നിൽക്കുന്ന, കൂട്ടിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ മുളക്കുന്നവരെ അവിടെ കഴിയും. ചിറക് മുളച്ചാൽ അവ പാറിപ്പറന്ന് ആകാശത്തിലേക്ക് പോകുന്നത് പോലെ, അനന്തവിഹായസിലേക്ക് പറന്നു പോകുന്നത് പോലെ പഠിച്ച ശാസ്ത്രങ്ങൾ, വേദങ്ങളൊക്കെ തന്നെ മരിക്കുന്ന ആളിനെ വിട്ടുപോകും. ആ ശാസ്ത്രങ്ങളൊന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. എന്ന് വെച്ചാൽ വേദപഠനം, ശാസ്ത്രപഠനം, ഇതൊക്കെ തന്നെ നമ്മൾ നേടിയെടുത്ത എല്ലാ പാണ്ഡിത്യവും, എല്ലാ വിദ്വത്വവും, എല്ലാ ജ്ഞാനവും സദാചാരം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്, പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് പുണ്യം ചെയ്യുന്നില്ല, പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നാണെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ, ശാസ്ത്രപഠനം നിഷ്പ്രയോജനമാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ മറ്റ് ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന വേദപഠനത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണുകയല്ല വേണ്ടത്. ഈ പറഞ്ഞതിൻ്റെ വിവക്ഷ എന്താണ്, അതിലൂടെ എന്താണ് സൂചന നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. വെറും ശാസ്ത്രപഠനം കൊണ്ട് കാര്യമില്ല. ശാസ്ത്രപഠനം കൊണ്ട് മനുഷ്യൻ സദാചാരിയായിട്ട്, ധർമ്മിഷ്ഠനായിട്ട്, സത്യസന്ധനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ശാസ്ത്രപഠനം മരിക്കുന്നതോടുകൂടി അവനെ വിട്ടുപോകും. എന്ന് വെച്ചാൽ അവന് അത് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മദ്യപാനം, കലഹം, പൂകവൈരം, ഭാര്യാപത്യോരന്തരം, ജ്ഞാതിഭേദം, രാജദുഷ്ടം, സ്ത്രീ പുംസയോ വിവാദം, വർജ്യാന്യാഹു യശ്ച പന്ഥഃ വദുഷ്ടഃ. നമ്മൾ വർജിക്കേണ്ടതായ, ദൂരെ മാറ്റേണ്ടതായ ദോഷങ്ങൾ എന്താണ്? മദ്യപാനം, കലഹം, സമൂഹവുമായിട്ടുള്ള ശത്രുത, ഭാര്യ ഭർത്താക്കന്മാർ, ദമ്പതിമാരെ ഏഷണി പറഞ്ഞ് പരസ്പരം അകറ്റുക, ബന്ധുക്കളിൽ അടിപിടി ഉണ്ടാക്കുക, രാജാവിനെ ദ്വേഷിക്കുക, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാദം, അതുപോലെ ദുഷ്ടമായ ദോഷം നിറഞ്ഞ വഴി, ഇതൊക്കെ തന്നെ ഒരു മനുഷ്യൻ ത്യജിക്കേണ്ടതാണ്. സാമുദ്രികം വണിജം ചോരപൂർവം ശലാകധൂർത്തം ച ചികിത്സകം ച അരിം ച മിത്രം ച കുശീലവം ച നൈതൻ സാക്ഷ്യേ ത്വധികുർവീത സപ്ത. സാമുദ്രിക ശാസ്ത്രം, ലക്ഷണശാസ്ത്രം പഠിച്ചവനെയും കച്ചവടക്കാരെയും കളവ് കാണിച്ചവരെയും, അതുപോലെ ശകുനം മുതലായവ പറഞ്ഞ് കാശുണ്ടാക്കുന്നവർ, ചൂതുകളിക്കാർ, വൈദ്യന്മാർ, ശത്രുക്കൾ, അതുപോലെ മിത്രങ്ങൾ, പിന്നെ ഈ നർത്തകിമാരുമായിട്ട് ബന്ധം വയ്ക്കുന്ന കുശീലവന്മാർ, ഇവരെ ഒന്നും തന്നെ രാജാവ് സാക്ഷികളായി സ്വീകരിക്കരുത് എന്നാണ്. ഇവർക്കൊന്നും നിഷ്പക്ഷമായിട്ട് സാക്ഷി പറയാൻ സാധിക്കുകയില്ല. പലതരത്തിലുള്ള ബന്ധനങ്ങൾ, അവർക്ക് കൃത്യമായിട്ട് സത്യം പറയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് വ്യാഖ്യാതാക്കൾ പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കും ബുദ്ധി കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ അകാരദാഹി, ഗരദ കുണ്ടാശി, സോമവിക്രയി,
പർവകാരശ്ച സൂചീച്ച മിത്രദൃക് പാരതാരിക. ബ്രഹ്മഹത്യക്ക് തുല്യമായ പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്ന 2-3 ശ്ലോകങ്ങളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ വീട് തീവച്ച് നശിപ്പിക്കുന്നവൻ, കുണ്ടാശി. കുണ്ടാശി എന്ന് വെച്ചാൽ കുണ്ട എന്ന് പറഞ്ഞാൽ ജാരനിൽ നിന്ന് ഉണ്ടായ മകനെയാണ് കുണ്ടൻ എന്ന് വിളിക്കുക. അതിന് ചില പ്രമാണങ്ങളൊക്കെ ചില ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്മൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണ് കുണ്ടൻ എന്നൊക്കെ. അപ്പോ അമൃതേ ജാരജ കുണ്ട മൃതേ ഭർത്തരി ഗോളക യസ്തയോരന്നമശ്നാതി സ കുണ്ടാശീതി കഥ്യതേ എന്ന് സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭർത്താവ് ജീവിച്ചിരിക്കെ ഒരു ജാരനിൽ നിന്ന് മകൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ മകനെ കുണ്ടൻ എന്ന് വിളിക്കും. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അന്യപുരുഷനിൽ ഒരു മകൻ ഉണ്ടാകുന്നതെങ്കിൽ അവനെ ഗോളകൻ എന്ന് വിളിക്കും. ഈ 2 ഗോളകനിൽ നിന്നും കുണ്ടനിൽ നിന്നും ആ കുണ്ടൻ്റെ വരുമാനത്തിൽ നിന്ന് അവൻ നൽകുന്ന ധനം ഉപയോഗിച്ച് ഉപജീവനം ചെയ്യുന്ന ആളിനെയാണ് കുണ്ടാശി എന്ന് വിളിക്കുന്നത്. ഇത് സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ, ഒരു വിവരം, ഒരു അറിവ് ഇവിടെ പകർന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിസ്സാര ഭയം കൊണ്ട് കൂടുതലായിട്ട് അത് ഞാൻ വിഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മിത്രദൃക്ക്, തൻ്റെ സുഹൃത്തിനെ വഞ്ചിക്കുന്നവൻ, ദ്രോഹിക്കുന്നവൻ, അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവൻ, അതുപോലെ ഭ്രൂണഹത്യ ചെയ്യുന്നവൻ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ, മദ്യപാനം ചെയ്യുന്നവൻ ബ്രാഹ്മണൻ, അതുപോലെ കഠിനമായ സ്വഭാവത്തോടു കൂടിയിരിക്കുന്നവൻ, പിന്നെ കാക്ക എന്ന് വിളിച്ചിരിക്കുന്നു. അതെന്താണ്? ഉപദ്രവിച്ച ആളിനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് കാക്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മഹത്യക്ക് സമമായ പാപമാണ് അത് എന്ന് പറയുന്നു. നാസ്തികൻ, ഈശ്വരനിലും വേദത്തിലും ശാസ്ത്രത്തിലും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് നാസ്തികത്വം. വേദനിന്ദകൻ, ഇങ്ങനെ നിരവധി ഭ്രാത്യന്മാർ, ഉപനയനാദി സംസ്കാരം ചെയ്യാതെ നടക്കുന്ന ആൾക്കാരുടെ മക്കളൊക്കെ ഭ്രാത്യന്മാരായിരിക്കുമെന്നാണ്. പിന്നെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് ഹിംസിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബ്രഹ്മഹത്യ പോലെ ഏറ്റവും കഠിനമായ പാപമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തൃണോൽക്കയാ ജ്ഞായതേ ജാതരൂപം. മഹത്തായ ഒരു തത്വം പറയുകയാണ്. വൃത്തേന ഭദ്രോ വ്യവഹാരേണ സാധു ശൂരോ ഭയേഷു അർത്ഥകൃത്രേഷു ധീര കൃച്ഛേഷു ആപത്സു സുഹൃതശ്ചാരയശ്ച. ഒരു നല്ല വ്യക്തിയെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അതിനുള്ള ഒരു പ്രമാണം എന്താണ്? തൃണോൽക്കയാ ജ്ഞായതേ ജാതരൂപം. പുല്ലിന് തീപിടിച്ച്, അല്ലെങ്കിൽ പുല്ല് നമ്മൾ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് ആ വെളിച്ചത്തിൽ സ്വർണത്തെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. സ്വർണത്തെ തിരിച്ചറിയാൻ നല്ല വെളിച്ചം വേണം എന്ന് അർത്ഥം എടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ അർത്ഥം എടുക്കാം. അഗ്നി കത്തിച്ചിട്ട് ആ തീയിൽ സ്വർണ്ണമിട്ട് അതിൻ്റെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞാൽ യഥാർത്ഥ സ്വർണ്ണമാണോ എന്നത് തിരിച്ചറിയാൻ സാധിക്കും. അഗ്നിയിലിട്ടാണ് സ്വർണത്തിൻ്റെ പരീക്ഷ ചെയ്യുന്നത് എന്നർത്ഥം. അതുപോലെ മംഗളകാരിയായ നല്ല സ്വഭാവമുള്ള ആളാണോ എന്നുള്ളത് സ്വഭാവം കൊണ്ട്, അവൻ്റെ ആന്തരികമായ സ്വഭാവം കൊണ്ടാണ് മംഗളകാരിയായ ഒരാളെ, ഭദ്രനായ ഒരാളെ അറിയാൻ സാധിക്കുക. പെരുമാറ്റം കൊണ്ടാണ് സജ്ജനങ്ങളെ തിരിച്ചറിയുക. ഭയം വരുന്ന സന്ദർഭത്തിലാണ് ധീരനെ അല്ലെങ്കിൽ ശൂരനെ തിരിച്ചറിയാൻ സാധിക്കുക. ശൂരനെ തിരിച്ചറിയാൻ ഭയം വരുമ്പോൾ, അപകടം വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുമെന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ് ശൂരനെ തിരിച്ചറിയാൻ സാധിക്കുക. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, അർത്ഥകൃച്ഛ്രം, സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ധീരനെ തിരിച്ചറിയാൻ സാധിക്കുക. അതുപോലെ കഠിനമായ ആപത്തിൽ ആണ് നമുക്ക് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ സാധിക്കുക. സഹായിക്കുന്ന ആള് മിത്രം, സഹായിക്കാത്ത ആള് ശത്രു, ഇങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നാണ്. ജരാരൂപം ഹരതഹി ധൈര്യമാശ മൃത്യു പ്രാണൻ ധർമ്മചര്യാമസൂയ ക്രോധശ്രിയം ശീലമനാര്യസേവ ഹ്രിയം കാമ സർവമേവാഭിമാന. മനോഹരമായ ഒരു ദ്വന്ദ്ങ്ങൾ പറയുകയാണ്. ഓരോരോ 2 കാര്യങ്ങൾ. എന്താണ്? സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു, ആശ ധൈര്യത്തെ നശിപ്പിക്കുന്നു, മൃത്യു പ്രാണനെ നശിപ്പിക്കുന്നു, അസൂയ ധർമ്മചര്യയെ നശിപ്പിക്കുന്നു, ക്രോധം നമ്മുടെ സമ്പത്തിനെ ഇല്ലാതാക്കുന്നു, ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സംസർഗം നമ്മുടെ ശീലത്തെ നശിപ്പിക്കുന്നു, കാമം നമ്മുടെ ലജ്ജയെ നശിപ്പിക്കുന്നു, അഭിമാനം ഇവയെല്ലാം നശിപ്പിക്കുന്നു, ദുരഭിമാനം ഈ പറഞ്ഞ ഗുണങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കുന്നു എന്നുള്ള തത്വം പറഞ്ഞു.
8 ഗുണങ്ങളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ മഹാനാക്കുന്നത്, മനുഷ്യന് ശോഭ നൽകുന്നത്, പ്രകാശം നൽകുന്നത്, തേജസ് നൽകുന്നത്. ഏതാണ്? പ്രജ്ഞ, കുലമഹിമ, ശാസ്ത്രജ്ഞാനം, ഇന്ദ്രിയ നിഗ്രഹം, പരാക്രമം, അതുപോലെ ദാനം ചെയ്തതിൽ കൃതജ്ഞത, അതുപോലെ അബഹുഭാഷിത, അധികം സംസാരിക്കാതിരിക്കുക. ഈ 8 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി 8 കാര്യങ്ങൾ ധർമ്മത്തിൻ്റെ 8 മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചുരുക്കിയിട്ട് 8 മാർഗങ്ങൾ, 6 മാർഗങ്ങൾ, 5 മാർഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. യുജ്യാധ്യയന ദാനാനി തപസ്സത്യം ക്ഷമാ ഘൃണ അലോഭ ഇതി മാർഗോയം ധർമ്മസ്യാഷ്ടവിധ സ്മൃത. ധർമ്മത്തിൻ്റെ മാർഗം 8 വിധമാണ്. യുജ്യ അതായത് യജ്ഞം, അധ്യയനം, ദാനങ്ങൾ, തപസ്, സത്യം, ക്ഷമ, ഘൃണ അതായത് മറ്റുള്ളവരോട് ദയ കാണിക്കുക, അലോഭം ലോഭമില്ലായ്മ. ഈ 8 കാര്യങ്ങളാണ് ധർമ്മത്തിൻ്റെ മാർഗങ്ങൾ. അതിൽ ആദ്യത്തെ 4 ആർക്കും അത് കപടമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. കപടികളായ ആളുകൾക്കും സ്വീകരിക്കാം. പക്ഷേ അവസാനത്തെ 4 മഹാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. യജ്ഞം, അധ്യയനം, ദാനം, തപസ്. ഇത് ഏത് പരമദുഷ്ടനും ചെയ്യാൻ സാധിക്കുന്നതാണ്. രാവണനും ഇവരൊക്കെ തപസ് ചെയ്തല്ലോ. പക്ഷേ സത്യം, ക്ഷമ, ഘൃണ, ലോഭരാഹിത്യം ഇത് 4 മഹാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി വളരെ നല്ല രീതിയിലുള്ള ശ്ലോകങ്ങൾ മാത്രം ഞാൻ എടുത്തുദ്ധരിക്കുകയാണ്. ന സാ സഭ എത്ര ന സന്ധി വൃദ്ധാഹ നതേ വൃദ്ധ ഏന വദന്തി ധർമ്മം നാസൗ ധർമ്മോ എത്ര ന സത്യമസ്തി നതത് സത്യം യച്ഛലേനാഭ്യുപേതം. വൃദ്ധന്മാരില്ലാത്ത സഭ സഭയല്ല. സഭയിൽ അനുഭവശീലന്മാർ, അനുഭവജ്ഞാനമുള്ള വൃദ്ധന്മാരില്ലെങ്കിൽ ആ സഭയെ സഭയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇനി ആരാണ് വൃദ്ധന്മാർ? ഏന വദന്തി ധർമ്മം. ധർമ്മം പറയാത്ത ആളുകൾ വൃദ്ധന്മാരുമല്ല. സത്യം ഇല്ലാത്ത ആചരണം ഒരിക്കലും ധർമ്മവുമല്ല. നാസൗ ധർമ്മം എത്ര സത്യമോ, സത്യമില്ലെങ്കിൽ അവിടെ അത് ധർമ്മമാണെന്ന് പറയാൻ സാധിക്കില്ല. സത്യം എന്തല്ല അത് സത്യം യച്ഛലേനാഭ്യുപേതം. ചതി, കാപട്യം ഏതിലാണ് അടങ്ങിയിരിക്കുന്നത് അത് സത്യമാകാനും വഴിയില്ല. അപ്പോൾ കാപട്യത്തെ വിട്ടാൽ സത്യം ആയി, സത്യത്തിൻ്റെ ആചരണപക്ഷം ധർമ്മമായി. ധർമ്മം പറയുന്ന ആളാണ് വൃദ്ധൻ. വൃദ്ധൻ ഇരിക്കുന്നതാണ് സമൂഹമാണ് സഭ. ഇങ്ങനെ ഒരു സാമൂഹ്യമായ നമ്മുടെ നീതിബോധത്തിന് ഒരു സഹായകമായ കാര്യമാണ് ഈ പറഞ്ഞത്. അതുപോലെ തിരഞ്ഞെടുത്ത ചില ശ്ലോകങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. ജീർണമന്നം പ്രശംസന്തി ഭാര്യം ച ഗതയൗവനം ശൂരം വിജിത സംഗ്രാമം ഗതപാരം തപസ്വിനം. നമ്മൾ ചിലതേ നല്ലത് എന്ന് പറയും. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ആദ്യം നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലത് തോന്നിയതിന് നമ്മൾ നല്ലതെന്ന് വിളിച്ച് പറയും. അതിനെ സ്തുതിക്കും, പ്രശംസിക്കും. അത് പാടില്ല. ആ വസ്തുവിൻ്റെ ഗുണദോഷങ്ങൾ അറിയാൻ കുറച്ച് താമസം പിടിക്കുമെന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. ജീർണമന്നം പ്രശംസന്തി. അന്നം, നമ്മൾ കഴിച്ച ഭക്ഷണം നല്ല ഭക്ഷണമാണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് ദഹിച്ചു കഴിയുമ്പോഴാണ്. ദഹിക്കുന്നതിന് മുമ്പേ തന്നെ നല്ല സ്വാദുണ്ടായിട്ട് സ്വാദ് കാരണം നമ്മൾ പറയും ഇത് നല്ല ഭക്ഷണമായി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വയറ്റിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങും. വയറിളക്കം ഉണ്ടാക്കാം, ദഹനക്കേട് ഉണ്ടാക്കാം, പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ ആ അന്നത്തെ നമ്മൾ ആദ്യം പ്രശംസിച്ചത് വെറുതെ ആയി പോകും, ആ വാക്ക് വ്യർത്ഥമായി പോകും. അതുകൊണ്ട് ദഹിച്ച ശേഷമേ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് നന്മ പ്രശംസ ചെയ്യാൻ പാടുള്ളൂ. ഭാര്യം ച ഗതയൗവനം. ഭാര്യ നല്ല ഭാര്യയാണ് എന്ന് പ്രശംസിക്കേണ്ടത് എപ്പോഴാണ്? അവളുടെ യൗവനമൊക്കെ തീർന്ന ശേഷമാണ്. കാരണം എന്താണ്? അതുവരെയും അവൾക്ക് മാർഗഭ്രംശം, വഴിതെറ്റി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. യൗവനം പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വഴിതെറ്റിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ യൗവനം തീർന്ന ശേഷമാണ് ഭാര്യയെ നമ്മൾ പ്രകീർത്തിക്കേണ്ടത്. നല്ല ഭാര്യയാണ്, ഉത്തമ പത്നിയാണ് എന്ന് പറയേണ്ടത്. ശൂരം വിജിത സംഗ്രാമം. ഒരാളെ ശൂരനാണ് എന്ന് പ്രശംസിക്കേണ്ടത് യുദ്ധത്തിൽ ജയിച്ച ശേഷമാണ്, യുദ്ധത്തിന് മുമ്പല്ല, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുമല്ല. ഏത് സമയത്തും അയാൾ കൊല്ലപ്പെടാം. അപ്പോൾ പിന്നെ അതിനുശേഷം കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ അയാൾ ശൂരനാണ് എന്ന് പ്രശംസിച്ചിട്ട് കാര്യമില്ല. ഗതപാരം തപസ്വിനം. ഒരു തപസ്വിയെ മഹാനായ തപസ്വിയാണെന്ന് പ്രശംസിക്കുന്നത് എപ്പോഴാണ്? അയാൾ ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വരജ്ഞാനം നേടിയ ശേഷമാണ്, അല്ലെങ്കിൽ സംസാരത്തെ തരണം ചെയ്തതിന് ശേഷമാണ്. മനോഹരമായിട്ട് നമുക്ക് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും
എല്ലാ സന്ദർഭത്തിലും ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തത്വം. ഗുരുരാത്മവതാം ശാസ്ത ശാസ്താരാജ ദുരാത്മനാം യഥാ പ്രച്ഛന്നപാപാനം ശാസ്ത വൈവസ്വതോ യമ. മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മജ്ഞാനികൾക്ക് അല്ലെങ്കിൽ ഈ മനസ്സിനെ നിയന്ത്രിച്ച ആളുകൾക്ക് അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഗുരുവാണ് അവരെ നിയന്ത്രിക്കുക. ഗുരുവിൻ്റെ ഉപദേശം വെച്ചാണ് അവർ തെറ്റും ശരിയും കണ്ടെത്തുക എന്നർത്ഥം. രാജാവിൻ്റെ ശാസ്താവ്, രാജാവിനെ നിയന്ത്രിക്കുന്നത് രാജാവാണ് ദുഷ്ടന്മാരെ നിയന്ത്രിക്കുന്നത്. ദുഷ്ടന്മാരുടെ നിയന്ത്രണം രാജാവിലാണ്. ശാസ്താ രാജ ദുരാത്മനാം അഥ പ്രച്ഛന്നപാപാനാം, ആരുമറിയാതെ ഒളിഞ്ഞിരുന്ന് പാപം ചെയ്യുന്നവർ, ആരും കാണാതെ രഹസ്യമായിട്ട് പാപം ചെയ്യുന്നവരെ ആരാണ് നിയന്ത്രിക്കുക? രാജാവിന് പിടിക്കാൻ സാധിക്കില്ല, ഗുരുവിന് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ആർക്കും അവർ പാപിയാണെന്നറിയാം. അവർ പകൽ മാന്യന്മാരായിരിക്കും. രഹസ്യമായിട്ട് പാപം ചെയ്യുന്ന ആളുകളെ ആരാണ് നിയന്ത്രിക്കുക? ആരാണ് അവരെ ശിക്ഷിക്കുക? ഇതിൽ പറയുന്നു ശാസ്ത വൈവസ്വതോ യമ. അവർക്ക് വിവസ്വാന്റെ മകനായ സാക്ഷാൽ യമധർമ്മനാണ് അവരുടെ നിയന്താവ്, അവരെ നിയന്ത്രിക്കുന്നത്. കാരണം മരണശേഷം അവരെ നരകത്തിൽ കൊണ്ടുപോയി ശിക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആരും കണ്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഈ വൈവസ്വത യമൻ്റെ ആളുകൾ, യമകിങ്കരന്മാർ, യമദൂതന്മാരെ പല സ്ഥലങ്ങളായിരുന്നു കൊണ്ട് കാണുന്നുണ്ടായിരിക്കും. രഹസ്യമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ദുര്യോധനനെയും ശകുനിയെയും മൂഢനായ ദുശാസനെയും കർണനെയും ഈ രാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിച്ചിട്ട് അങ്ങ് എങ്ങനെയാണ് സുഖമായിട്ടിരിക്കുക? എല്ലാ ഗുണങ്ങളും തികഞ്ഞ പണ്ഡിതന്മാരും അങ്ങയെ അച്ഛനെ പോലെ കണ്ട് ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാണ്ഡവന്മാർക്ക് കൊടുക്കേണ്ടതായ ദായാദം കൊടുക്കാതെ എങ്ങനെയാണ് അങ്ങക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുക എന്ന് കൂടി ഇവർ ഇവിടെ പറഞ്ഞു. ഇനിയും നമുക്ക് ഏതാനും അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചില വിതുരവാക്യങ്ങൾ കൂടി ശ്രവണം ചെയ്യാം. അത് ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.